ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഹാസ്യ സാമ്രാട്ടായിരുന്നു മാർക്ക് ട്വെയിൻ. അയാളുടെ ഏത് നോവൽ വായിച്ചു നോക്കിയാലും കഥ വായിച്ചു നോക്കിയാലും അതിലെല്ലാം ഹാസ്യം തുളുമ്പുമായിരുന്നു. അത്രത്തോളം ഹാസ്യവുമായി ചേർന്നിരുന്ന ഹാസ്യ സാമ്രാട്ടായിരുന്നു മാർക്ക് ട്വെയിൻ. ഒരിക്കൽ അയാൾ ഒരു കഥ എഴുതുകയാണ്. ഒരു സാങ്കല്പിക കഥയാണ്. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവം പ്രപഞ്ചമഖിലത്തെയും സംവിധാനിച്ചു. പ്രപഞ്ചമഖിലത്തെയും സംവിധാനിച്ചു ദൈവം എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു, എല്ലാ വസ്തുക്കളെയും സംവിധാനിച്ചു. അതിലൊരു വിഭാഗമാണ് മനുഷ്യർ. ഈ മനുഷ്യർക്ക് ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും അധീനപ്പെടുത്തി കൊടുത്തു. എല്ലാ വസ്തുക്കളെയും അധീനപ്പെടുത്തി കൊടുത്തു. എല്ലാ വസ്തുക്കളിലും ആധിപത്യം സ്ഥാപിക്കുവാനുള്ള അവകാശവും മനുഷ്യന് കൊടുത്തു. മനുഷ്യന് നൽകിയതായി ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ഓരോ വസ്തുക്കളെയായി കൊന്നൊടുക്കുകയാണ്. ഓരോ വസ്തുക്കളെയായി നശിപ്പിച്ചു മുന്നേറുമ്പോ, ഓരോ സൃഷ്ടികളെയായി വധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ കയ്യിലുണ്ടായിരുന്നതായ വാൾ ഉപയോഗിച്ചുകൊണ്ട്, കത്തി ഉപയോഗിച്ചുകൊണ്ട്, കടാര ഉപയോഗിച്ചുകൊണ്ട് ഓരോ വസ്തുക്കളെയായി നശിപ്പിച്ച് മനുഷ്യൻ മുന്നേറുമ്പോ, മനുഷ്യരല്ലാത്ത ഒരു വസ്തുവിൽ ശേഷിക്കാത്ത അവസ്ഥ സംജാതമായപ്പോ മനുഷ്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് സഹജീവികളെ കൊന്നൊടുക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ഓരോ മനുഷ്യരെയായി കൊന്നൊടുക്കി മുന്നേറുമ്പോ എല്ലാ മനുഷ്യരും കൊന്നൊടുക്കപ്പെട്ടപ്പോ, എല്ലാ മനുഷ്യരും വധിക്കപ്പെട്ടപ്പോ അവസാനമായി 2 മനുഷ്യർ മാത്രം ശേഷിക്കുകയാണ്. ആ സമയത്ത് ദൈവം ചിന്തിക്കുകയാണ്: ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും ഞാൻ സൃഷ്ടിച്ചു, മനുഷ്യരെയും നാം സംവിധാനിച്ചു. എല്ലാ വസ്തുക്കളുടെയും അധികാരം, എല്ലാ വസ്തുക്കളെയും സ്വാധീനിക്കുവാനുള്ള കഴിവ് മനുഷ്യന് നാം നൽകുകയും ചെയ്തു. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ഓരോ വസ്തുക്കളെയാ നശിപ്പിച്ച് മനുഷ്യർ തമ്മിലടിച്ച് അവസാനം 2 മനുഷ്യർ മാത്രം ശേഷിച്ചിരിക്കുകയാണ്. ഇതിൽ മറ്റൊരാൾ അവരനെ വധിച്ചു കഴിയുമ്പോ ആ മനുഷ്യൻ, ശേഷിക്കുന്നതായ മനുഷ്യന് വേറൊരാളെയും വധിക്കാനില്ലാതെ വരുമ്പോ സ്വാഭാവികമായും മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നത്, ശേഷിക്കുന്നതായി മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നത് ദൈവമാകുന്ന തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ മനുഷ്യന്റേതായ ദൃഷ്ടിയിൽ പതിയാതെ, ഈ മനുഷ്യന്റേതായ കൊലക്കത്തിക്ക് വിധേയമാകാതെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലം ഈ പ്രപഞ്ചത്തിൽ എവിടെയാണുള്ളത്? ദൈവം അങ്ങനെ ആലോചിക്കുമ്പോ ദൈവത്തിന് മനസ്സിലുണ്ടായ ചിന്ത എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കൊടിമുടിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യൻ തന്നെ കണ്ടെത്തുകയില്ല. അങ്ങനെ ഒളിച്ചിരിക്കുമ്പോ, മനുഷ്യന്റേതായ ദൃഷ്ടി പതിയാതെ ഇരിക്കുമ്പോ മനുഷ്യന്റെ കൊലക്കത്തിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് കരുതിക്കൊണ്ട് സാക്ഷാൽ ഉടമസ്ഥനായ ദൈവം തമ്പുരാൻ റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ കൊടിമുടിയുടെ മുകളിലേക്ക് കയറുകയാണ്. ആ കൊടിമുടിയുടെ മുകളിൽ കയറിയ ദൈവം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമാധാനത്തോടെ ഇരിക്കുകയാണ്. ഒരിക്കലും മനുഷ്യൻ തന്നെ കണ്ടെത്തുകയില്ല, മനുഷ്യൻ തന്നെ വധിക്കുകയില്ല എന്ന്. ആ സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് വിമാനമുണ്ടാക്കിയിട്ട് മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന ദൈവം കാണുന്നത്. ദൈവം ചിന്തിച്ചു, ഈ മനുഷ്യനെങ്ങാനും വിമാനത്തിലിരുന്നു കൊണ്ട് താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ദൈവമാകുന്ന തന്നെ കണ്ടെത്തും, അതിലൂടെ തന്നെ വധിച്ചു കളയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി എവിടെയാണ് രക്ഷയുടേതായ സ്ഥാനമുള്ളത്, എവിടെയാണ് ഒരു അഭയസ്ഥാനമുള്ളത്? ദൈവം ആലോചിക്കുമ്പോ സമുദ്രത്തിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ, സമുദ്രത്തിന്റെ അഗാധതയിൽ പോയി ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യൻ തന്നെ കണ്ടെത്തുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. സമുദ്രത്തിന്റെ ഉള്ളിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരിക്കലും മനുഷ്യൻ തന്നെ കണ്ടെത്തുകയില്ല എന്ന വിശ്വാസത്തോടെ, സമാധാനത്തോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുങ്ങിക്കപ്പലുണ്ടാക്കിയിട്ട് മനുഷ്യനെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ദൈവം കാണുന്നത്. ഒരു സാങ്കല്പികതയാണ്. ആ ഒരു ലാഘവത്തോടെ കേൾക്കുക. മുങ്ങിക്കപ്പലുണ്ടാക്കിയിട്ട് മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. ദൈവം ചിന്തിക്കുകയാണ്, ഇവിടെയും മനുഷ്യൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയും അവൻ തന്നെ കണ്ടെത്താൻ സാധ്യതയുണ്ട്, അവൻ തന്നെ വധിക്കാൻ സാധ്യതയുണ്ട്. ഇനി എവിടെയാണ് രക്ഷയുടെ സ്ഥാനമുള്ളത്? ഇനി എവിടെയാണ് രക്ഷയുടെ മാർഗമുള്ളത്? എവിടെയാണ് ഒരു മോചനത്തിന്റെ വഴിയുള്ളത്? അങ്ങനെ സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്നും ഭൂമിയുടെ മുകളിലേക്ക്, പുറത്തൊലിക്ക് മുകളിലേക്ക് ദൈവം വരികയാണ്. എന്റെ സദസ്സിനോട് ഞാൻ ചോദിക്കുന്നു, എവിടെയായിരിക്കും മനുഷ്യന്റെ ദൃഷ്ടി പതിയാത്തൊരു സ്ഥലം ഈ പ്രപഞ്ചത്തിലുള്ളത്? ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് മനുഷ്യന്റെ നോട്ടമെത്താത്ത സ്ഥലമുള്ളത്, മനുഷ്യന്റെ കണ്ണ് പതിയാത്ത സ്ഥലമുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാമോ? മനുഷ്യന്റെ നോട്ടമെത്താത്ത ഒരേ ഒരു സ്ഥലം ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ മനുഷ്യന്റെ ഹൃദയമാണ്. മനുഷ്യൻ ഇങ്ങനെ 4 പാടും ദൈവത്തെ അന്വേഷിക്കുകയാണ്. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. എവിടെയാണ് ഉടമസ്ഥൻ അധിവസിക്കുക? എവിടെയാണ് ഉടമസ്ഥൻ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് അവന്റെ പ്രവർത്തന മണ്ഡലം എന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. പക്ഷേ അവനുമായി സാമീപ്യം സിദ്ധിച്ചിരിക്കുന്ന, അവനുമായി സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തിനെ മനുഷ്യൻ കണ്ടെത്താൻ തയ്യാറായിട്ടില്ല. അതാണ് ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾ കാരണമെന്ന് വിശുദ്ധ ഖുർആൻ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്
قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون وإذا سألك നബിയെ അങ്ങയോട് മക്ക മുശ്രിക് ചോദിക്കുകയാ നബിയെ പ്രവാചകനെ ഓ പ്രവാചകരെ ദൈവത്തെ കുറിച്ച് അങ്ങയോട് ഈ മനുഷ്യർ ചോദിക്കുമ്പോ ഈ മക്ക മുശ്രിക്കുകൾ അങ്ങയോട് ചോദിക്കുമ്പോ ഏ മുഹമ്മദേ നീ പരിചയപ്പെടുത്തുന്ന ദൈവമുണ്ടല്ലോ നീ പരിചയപ്പെടുത്തുന്ന റബ്ബുണ്ടല്ലോ ആ റബ്ബിൻ്റെതായ പ്രവർത്തനം എവിടെയാ ആ റബ്ബ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ അവൻ വിരാജിക്കുന്നതെന്ന് നബിയെ അങ്ങയോട് ചോദിക്കുമ്പോ ഈ മക്ക മുശ്രിക്കുകൾ ഉണ്ടല്ലോ കഅബാലയത്തിനകത്ത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധനാമൂർത്തികളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിച്ചു പോരുമ്പോ അവർക്കാർക്കും പരിചയമില്ലാത്തൊരു ദൈവത്തെ അങ്ങ് പരിചയപ്പെടുത്തുമ്പോ അവർക്ക് പരിചയമില്ലാത്ത റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോ അവർ ചോദിക്കുകയാണ് നബിയെ അങ്ങയോട് ചോദിക്കുകയാണ് അന്നീ എന്നെ കുറിച്ച് ഈ ദൈവമാകുന്ന എന്നെ കുറിച്ച് സാക്ഷാൽ ഉടമസ്ഥനാകുന്ന എന്നെ കുറിച്ച് ഈ മക്ക മുശ്രിക്കുകൾ ചോദിക്കുമ്പോ നബിയെ അവരോട് പറയുക ഇന്നീ ഖരീബ് ഞാൻ ഈ മനുഷ്യനുമായി അടുത്തിരിക്കുന്നവനാ ഈ മനുഷ്യനുമായി സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനാ നാമെന്ന് പറയുമോ നബിയെ എത്രത്തോളം ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനുമായി അടുത്തിരിക്കുന്നറിയോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കണേ വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് ഓരോ മനുഷ്യന്റെയും ജീവന്റെ തുടിപ്പാകുന്ന കർണഞരമ്പുണ്ടല്ലോ ഓരോ മനുഷ്യന്റെയും ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്ന കർണഞരമ്പുണ്ടല്ലോ ആ കർണഞരമ്പ് ഒരു മനുഷ്യനുമായി എന്തുമാത്രമാണോ അടുത്തിരിക്കുന്നത് എത്രമാത്രമാണോ അടുത്തിരിക്കുന്നത് അതിനേക്കാൾ ഞാൻ ആ മനുഷ്യനുമായി അടുത്തിരിക്കുകയാണെന്ന് പറയുക നബി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഓരോ മനുഷ്യനുമായി സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ മനുഷ്യൻ തയ്യാറാകാത്തതിന്റെ ഫലമാ ഓരോ മനുഷ്യനും ചിന്തിക്കുകയാണ് റബ്ബിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ എവിടെയാണ് ഈ റബ്ബ് കുടികൊള്ളുന്നത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ ഓരോ മനുഷ്യന്റെയും ശരീരവുമായി അടുത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സഞ്ചരിക്കുമ്പോ ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാത്തതിന്റെ ഫലമായിട്ട് ഇന്നും ഓരോ മനുഷ്യനും ചൂടിൻ്റെതായ കാഠിന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ ചൂടിൻ്റെതായ താപം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ ഓരോ മനുഷ്യനും ചർച്ച ചെയ്യുകയാ എന്തുകൊണ്ടാ ചൂട് വർദ്ധിക്കുന്നത് എന്തേ മഴ പെയ്യാത്തത് എന്തേ ആകാശത്ത് കാരുണ്യത്തിന്റെ വർഷം ചൊരിയാത്തത് എന്തേ മഴ പെയ്യാത്തത് മനുഷ്യരെല്ലാം ഇങ്ങനെ വ്യാകുലപ്പെടുകയാ എല്ലാവരും ചർച്ച ചെയ്യുകയാ ഓരോ ദിവസവും TV നോക്കുമ്പോഴേക്ക് ചൂടിൻ്റെതായ കാഠിന്യതയെ കുറിച്ച് ചിന്തിക്കുകയാ എന്തുമാത്രമാ കാസർഗോഡിന്റെ ചൂടിൻ്റെതായ വർധനവെന്ന് ചിന്തിക്കുമ്പോ ഓരോ മനുഷ്യനും ചിന്തിക്കുന്നുണ്ടോ തന്റേതായ ചെയ്തിയുടെ ഫലമായിട്ടായി ചൂട് അധികരിക്കുന്നത് എന്ന് തന്റേതായ പ്രവൃത്തിയുടേതായ ഫലമാ മഴ പെയ്യാത്തത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നത് കേൾക്കണേ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ് ലഹറൽ ഫസാദു ഫിൽ ബർരി നാശം ഭൂമിയിൽ വ്യാപിച്ചിരിക്കുകയാ മഴയില്ലാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാ ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി മനുഷ്യൻ ക്യൂ നിൽക്കുന്ന അവസ്ഥയാ ഉള്ളതെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെതായ വറുതിയിൽ മനുഷ്യൻ ഇങ്ങനെ പൊള്ളുകയാണെങ്കിൽ സൂര്യന്റെ താപമേറ്റിട്ട് സൂര്യന്റെതായ ചൂടേറ്റിട്ട് മനുഷ്യനെല്ലാം ഇങ്ങനെ പൊള്ളുമ്പോ എല്ലാവരും ചർച്ച ചെയ്യുന്നു മഴയെ കുറിച്ച് ചൂടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം എന്താണെന്നറിയോ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ഇദാ ഭൂമിയിൽ നാശമുണ്ടായിരിക്കുകയാ സമുദ്രത്തിൽ നാശം വ്യാപിച്ചിരിക്കുകയാ ബിമാ കസബത് ഐദിന്നാസ് മനുഷ്യന്റെതായ ചെയ്തി കാരണത്താൽ മനുഷ്യന്റെതായ പ്രവൃത്തി കാരണത്താൽ ചൂട് ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോ 14 നൂറ്റാണ്ടുകൾക്കും അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ പ്രവചനം നടത്തുകയാ ലോകത്തിന്റെ തിരുദൂതര് ഈ അനുഗ്രഹീതമായ രാത്രിയിലെ വെള്ളിയാഴ്ച രാത്രിയില് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകന്റെ ഉമ്മത്തിൻ്റെതായ അമലുകളെ കുറിച്ച് വ്യക്തമായി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോ അങ്ങ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
പ്രവാചകന് ഈ വെള്ളിയാഴ്ച രാത്രിയില് തന്റെ ഉമ്മത്തിൻ്റെതായ അമലുകളെ കുറിച്ച്, തന്റെ ഉമ്മത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് നേരിട്ട് കാണുമെന്ന് അള്ളാന്റെ ഹബീബ് പ്രഖ്യാപിച്ചുവെങ്കിൽ ആ ഹബീബ് തന്നെ പറയുകയാ, ഏതൊരു നാട്ടിൽ ചൂട് അധികരിക്കുന്നുവോ, ഏതൊരു നാട്ടിൽ മഴയുടേതായ ലഭ്യത കുറയുന്നുവോ, ഏതൊരു നാട്ടിലാണോ ജലത്തിന് ക്ഷാമമുണ്ടാകുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക, ഏത് നാട്ടിലാണോ വ്യഭിചാരം അധികരിക്കുന്നത്, ഏതൊരു നാട്ടിലാണോ പലിശ ഇടപാട് അധികരിക്കുന്നത്, ഏതൊരു നാട്ടിലാണോ കള്ളസാക്ഷ്യം വഹിക്കുന്നതായ ജനങ്ങൾ അധികരിക്കുന്നത്, ഏതൊരു നാട്ടിലാണോ മദ്യപാനികൾ അധികരിക്കുന്നത്, ആ നാട്ടിൽ റബ്ബിൻ്റെതായ ശിക്ഷ ഇറങ്ങുകയാ, ആ നാട്ടിൽ ചൂട് വർദ്ധിക്കുമെന്ന് അല്ലാഹു റസൂൽ പ്രഖ്യാപിക്കുമ്പോ, ഏത് നാട്ടിലാണോ വ്യഭിചാരം അധികരിക്കുന്നത്, ആ നാട്ടിൽ മഴയില്ലാതെ റബ്ബ് പരീക്ഷിക്കുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുമ്പോ, ഏത് നാട്ടിലാണോ പലിശ ഇടപാട് വർദ്ധിക്കുന്നത്, ആ നാട്ടിൽ മഴയുണ്ടാവുകയില്ല എന്ന് അല്ലാഹു റസൂൽ പ്രഖ്യാപിക്കുമ്പോ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ റിസാലത്തിന്റെ ചുണ്ടുകൾ വിടർത്തിയിട്ട് അല്ലാഹു റസൂൽ പ്രഖ്യാപിച്ചുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം ഒന്ന് കേൾക്കണേ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യന്റേതായ ചെയ്തി കാരണത്താൽ, മനുഷ്യന്റെ പ്രവൃത്തി കാരണത്താൽ ഈ ഭൂമിയിൽ നാശം വ്യാപകമാകുമ്പോ, ഈ അടുത്ത കാലം വരെയും സമുദ്രത്തിലൂടെ ശാന്തമായി സഞ്ചരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ഉപജീവനത്തിന് വേണ്ടി, മത്സ്യബന്ധനത്തിന് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് സമുദ്രത്തിൽ സമാധാനമായി യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ഈ അടുത്ത കാലത്ത് യാത്ര ചെയ്യുമ്പോ ഏത് വിദേശിയുടെ കപ്പലിൽ നിന്നാണോ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരിക, ഏത് വിദേശിയുടെ തോക്കിന് നേരെയാണോ വിരിമാറ് കാണിക്കേണ്ടി വരിക, ഇതേ അവസ്ഥയിലല്ലേ യാത്ര ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനമാ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യന്റേതായ ചെയ്തി കാരണത്താൽ, മനുഷ്യന്റെ പ്രവൃത്തി കാരണത്താൽ ഭൂമിയിൽ നാശം വ്യാപകമാകുമ്പോ, സമുദ്രത്തിൽ നാശമുണ്ടാകുമ്പോ അള്ളാന്റെ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണേ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകണേ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുകയാ. ഓരോ മനുഷ്യനും റബ്ബിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, റബ്ബിനെ കുറിച്ച് അന്വേഷിക്കുകയാ. പക്ഷേ ആ റബ്ബുണ്ടല്ലോ, ഈ മനുഷ്യൻ അന്വേഷിക്കുന്നതായ റബ്ബുണ്ടല്ലോ, ഈ മനുഷ്യന്റേതായ കർണഞരമ്പ് ആ മനുഷ്യനുമായി എത്രമാത്രമാണോ അടുത്തിരിക്കുന്നത്, എത്രമാത്രമാണോ അവന്റെ ജീവന്റെ തുടുപ്പ് അവശേഷിക്കുന്നതായ ഞരമ്പ് സ്ഥിതി ചെയ്യുന്നത്, അതിനേക്കാൾ റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്തിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോ, ആ റബ്ബിനെ കുറിച്ച് നാം മനസ്സിലാക്കണേ, ആ റബ്ബിനെ കുറിച്ച് നാം ചിന്തിക്കണേ, ആ റബ്ബിലേക്ക് മടങ്ങാൻ നാം തയ്യാറാകണേ. എന്നാൽ മാത്രമേ മനുഷ്യൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീര്, ഈ പ്രശ്നങ്ങളുടേതായ പരിഹാരത്തിന്, ഈ പ്രതിസന്ധികൾ തളരാതെ മുന്നേറാൻ പ്രചോദനം വേണമോ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുമോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിലേക്ക് മടങ്ങുമോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് മടങ്ങാൻ തയ്യാറാകുമോ? അത് മാത്രമേ പരിഹാരമുള്ളൂ, അത് മാത്രമേ പരിഹാരമുള്ളൂ. റബ്ബിനെ കുറിച്ച് നാം ഇങ്ങനെ തേടുകയാണ്, റബ്ബിനെ നാം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. എവിടാ റബ്ബുള്ളത്, എവിടാ റബ്ബുള്ളത്? നമ്മൾ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്ന ആ റബ്ബിനെ കണ്ടെത്താൻ നാം തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ കാരണമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 6 കോടി വസ്തുക്കളെയാ സൃഷ്ടിച്ചിട്ടുള്ളത്. 6 കോടി വസ്തുക്കളെ. അതിൽ വെറും 8 ലക്ഷം വസ്തുക്കളെ കുറിച്ച് മാത്രമേ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഗവേഷണം നടത്തിയിട്ടുള്ളൂ. ബാക്കി 5,92,00,000 വസ്തുക്കൾ ഇന്നും മനുഷ്യന്റേതായ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല, മനുഷ്യന്റെ പഠനത്തിന് വിധേയമായിട്ടില്ല. ഓരോ വർഷവും ഓരോ രാഷ്ട്രവും കോടിക്കണക്കിന് ഡോളറാ ചിലവഴിക്കുന്നത് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചിട്ട്. എത്രത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന നാസ പോലും ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളറാണ് ചിലവഴിക്കുന്നത് പുതിയ പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി ഓരോ വർഷവും ഓരോ ഗ്രഹങ്ങളെ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും, ഓരോ അത്ഭുതങ്ങൾ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ച സൂറത്ത് യാസീനിലൂടെ നാം സദാ ഓതിക്കൊണ്ടിരിക്കുന്ന വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യൻബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാരി വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ.
ഓരോ വർഷവും ഓരോ രാഷ്ട്രങ്ങളും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട്, കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കിയിട്ട് ഓരോ ഗ്രഹങ്ങൾ കണ്ടെത്തി എന്ന് അവകാശപ്പെടുമ്പോഴും ഈ അടുത്ത കാലത്താണ് സൂര്യനെ കുറിച്ച് പോലും വ്യക്തമായ ധാരണ ലോകരാഷ്ട്രത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കുണ്ടായതെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രീയമായ ലോകം പുരോഗതി പ്രാപിക്കുന്നതിന് മുമ്പ്, ഒരിക്കലും ശാസ്ത്രത്തിൻ്റെതായ കണ്ടെത്തലുകൾ കടന്നു വരുന്നതിന് മുമ്പ് അല്ലാഹു റസൂലിന്റെ മുമ്പിലേക്ക് ജിബ്രീൽ ഓതി കേൾപ്പിക്കുകയാ, നബിയെ അങ്ങ് കേൾക്കണേ, അങ്ങ് കേൾക്കണേ നബിയെ, അള്ളാഹുവിന്റെ അത്ഭുതമാകുന്ന ഈ സൂര്യനുണ്ടല്ലോ, ലോകം മുഴുവനും പ്രഭ പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൂര്യനുണ്ടല്ലോ, ഈ സൂര്യൻ ഇതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഈ സൂര്യനുണ്ടല്ലോ അതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന പന്താവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഇത് സർവജ്ഞനായ സർവാധിപതിയായ റബ്ബിന്റെതായ തീരുമാനമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ തൊട്ടടുത്തായി മനുഷ്യൻ അത്ഭുതമായി കാണുന്ന ചന്ദ്രനുണ്ടല്ലോ, ഈ പാതിരാത്രിയിലും രാത്രി സമയങ്ങളിൽ പോലും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചന്ദ്രനുണ്ടല്ലോ, വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രനും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ, ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ, അതിനു വേണ്ടി നിശ്ചയിച്ചതായ പന്താവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരിക്കലും സൂര്യന് ചന്ദ്രനെ മുൻകടക്കാൻ സാധിക്കുകയില്ല എങ്കിൽ, ചന്ദ്രൻ സൂര്യനെ വിട്ടുകിടക്കാൻ സാധിക്കില്ല എങ്കിൽ, രാത്രിക്ക് പകലിന് മുൻകടക്കാൻ സാധിക്കുകയില്ല എങ്കിൽ, പകലിന് രാത്രിയെ മുൻകടക്കാൻ സാധിക്കുകയില്ല എങ്കിൽ, ഇതെല്ലാം അന്തരീക്ഷത്തിലൂടെ ആകാശത്തിലൂടെ ഇങ്ങനെ നീന്തി നീന്തി തുടിക്കുകയാന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഒന്നൊന്നിനോട് തട്ടാതെ മുട്ടാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്തതാ മനുഷ്യന്റേതായ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഈ സൂര്യൻ ഉൾപ്പെടെയുള്ളതായ സൃഷ്ടികളുണ്ടല്ലോ, ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാലും വെറും 8 ലക്ഷം വസ്തുക്കളെ കുറിച്ച് മാത്രമേ മനുഷ്യൻ ഗവേഷണം നടത്തിയിട്ടുള്ളൂ എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ അതിലൊരു വിഭാഗമാണ് മനുഷ്യൻ. അമീബ പോലെയുള്ളതായ ഏറ്റവും നേർമയേറിയ വസ്തു മുതൽ സമുദ്രത്തിന്റെ അഗാധതയിൽ ഊളിയിട്ട് നീങ്ങുന്ന തിമിംഗലം വരെയുള്ളതായ വന്യജീവികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുക്കളുടെയും കണക്ക് നാം പരിശോധിച്ച് നോക്കുമ്പോ എല്ലാം കൂടെ ചേർത്ത് വായിച്ചാലും 8 ലക്ഷമാണ്. ബാക്കി 5,92,00,000 ലക്ഷം ഇന്ന് മനുഷ്യന്റേതായ ദൃഷ്ടിക്കോ മനുഷ്യന്റെ ഗവേഷണത്തിന് വിധേയമായിട്ടില്ല. ഈ 8 ലക്ഷം വസ്തുക്കൾ വിഭാഗമാണ് മനുഷ്യർ. ഈ മനുഷ്യരാണെങ്കിലോ 4 നിരീക്ഷകന്മാരുടെ നിരീക്ഷണത്തിന് കീഴിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ വസ്തുക്കളും ഇങ്ങനെ നിയന്ത്രണത്തിന് വിധേയമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യനും 4 നിരീക്ഷകന്മാരുടെ നിരീക്ഷണത്തിന് കീഴിലാണ് സഞ്ചരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് 2013 നമ്മോട് യാത്ര പറയുമ്പോ ഒരു രഹസ്യ ക്യാമറയുടെ തെഹൽക്ക എന്ന് പറയുന്ന ഒരു രഹസ്യ ക്യാമറയുടെ രഹസ്യ നിരീക്ഷണത്തിന് വിധേയമായി നീരാറാഡിയ എന്ന് പറയുന്ന ഒരു പെണ്ണുരുമ്പിട്ടിറങ്ങിയപ്പോ ഒരുപാട് അധികാരികളുടെ അധികാരത്തിന്റെ കസേരകൾ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ജയിൽ എന്ന് വിശേഷിപ്പിക്കുന്ന തിഹാർ ജയിലിന്റെ കമ്പി അഴികൾ എണ്ണാൻ വേണ്ടി വിധിക്കപ്പെട്ടുവെങ്കിൽ നാം മനസ്സിലാക്കുക അതൊരു രഹസ്യ ക്യാമറ നിരീക്ഷണത്തിന് വിധേയമായതിന്റെ പേരിലാണെങ്കിൽ ഇതുപോലെ 4 രഹസ്യ ക്യാമറയുടെ നിരീക്ഷണത്തിന് കീഴിൽ ആ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ നിരീക്ഷകനാരാണ്? എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ നിരീക്ഷകനാരാണ്? ഒന്നാമത്തെ നിരീക്ഷകൻ മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ നിരീക്ഷകനാരാണ്? പറയോ? കുട്ടികൾക്ക് പറയോ? ഒരുപാട് കഥകൾ വായിക്കുന്നില്ലേ? ഒരുപാട് ചരിത്രങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അല്ലാഹു ഒന്നാമത്തെ നിരീക്ഷകൻ അല്ലാഹുവാണ്. وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ
വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് വലഖദ് ഖലഖനൽ ഇൻസാന. ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് നാമ, ഈ മനുഷ്യനെ സംവിധാനിച്ചിരിക്കുന്ന നാമാന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഈ മനുഷ്യന്റേതായ ചിന്തകളുണ്ടല്ലോ, അവന്റെ ഹൃദയത്തിൽ അവൻ താലോലിക്കുന്ന സ്വപ്നങ്ങള്, അവൻ എഴുതി കൂട്ടുന്നതായ അവന്റെ സ്വപ്നങ്ങള്, അവന്റെ ഹൃദയത്തിൽ ആലോചിക്കുന്ന ആലോചനകൾ, ചിന്തകൾ, ഇത് മുഴുവനും വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുകയാന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോ ഈ മനുഷ്യന്റേതായ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളില് ആരോടും അവൻ ചർച്ച ചെയ്യാത്ത, ആരോടും പങ്കുവെക്കാത്തതായ അവന്റെ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള്, അഭിലാഷങ്ങള്, ഇതെല്ലാം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ കാരണം എന്തെന്നല്ലേ, ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് നാമ, ഈ മനുഷ്യനെ സംവിധാനിച്ചത് നാമാണ്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ഈ മനുഷ്യന്റെ കർണഞരമ്പിനേക്കാൾ കൂടുതൽ ഈ മനുഷ്യനുമായി നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യന്റെ എല്ലാ ചലന നിശ്ചലനാവസ്ഥകളും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ഉടമസ്ഥൻ ഞാനാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ എന്താ അതിന്റെ രഹസ്യമെന്നറിയോ? ഖുൽ നബിയേ പറയുക, ഖുൽ നബിയേ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു ഏകന, അല്ലാഹു സമദ്, അവൻ പരാശ്രയരഹിതനാ. ഈ മനുഷ്യൻ എല്ലാത്തിനും കഴിവുണ്ടെന്നവൻ അവകാശപ്പെടുമ്പോഴും, എല്ലാത്തിനും മതിയായവനാ താനെന്ന് അവകാശപ്പെടുമ്പോഴും, എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്ന് താൻ കെട്ടിപ്പടുത്തതായ സാമ്രാജ്യങ്ങൾ മുഴുവനും തന്റെ കഴിവ് കൊണ്ടാ ഉണ്ടായതെന്ന് അവകാശപ്പെടുമ്പോഴും റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിക്കുന്നത് എന്താണെന്നറിയോ? ഈ മനുഷ്യൻ ഒരു കഴിവുമില്ല, എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ ഞാനാ, എല്ലാ പ്രതാപത്തിന്റെയും അധിപൻ ഞാനാന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യന്റേതായ ഹൃദയത്തിൽ താലോലിക്കുന്ന എല്ലാ രഹസ്യങ്ങളും, ആരോടും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ പോലും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒന്നാമാന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ റബ്ബിനെ കുറിച്ച് നാം മനസ്സിലാക്കണേ, ആ റബ്ബിലേക്ക് നാം മടങ്ങണേ, ആ റബ്ബിന്റേതായ പ്രവർത്തന രീതി എന്താന്ന് നാം ചിന്തിക്കണേ. എല്ലാ സ്വപ്നങ്ങളും നാം ഇങ്ങനെ താലോലിക്കുക. ഹൃദയത്തില് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഭാര്യയോട് പോലെങ്കിലും പങ്കുവയ്ക്കാത്തതായ രഹസ്യമാർക്കും ഉണ്ടാവുകയില്ല. ഇല്ല എങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോടെങ്കിലും ചർച്ച ചെയ്യാത്തതായ ഒരു സ്വപ്നമോ ഒരു അഭിലാഷമോ ആഗ്രഹമോ ആർക്കും ഉണ്ടാവുകയില്ല. എന്ത് രഹസ്യമുണ്ടെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തിനോടെങ്കിലും ചർച്ച ചെയ്തിരിക്കും. രഹസ്യങ്ങളുടെ കലവറയാണ് മനുഷ്യൻ, നിഗൂഢതയുടെ കലവറയാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടെങ്കിലും എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ പോലും ചർച്ച ചെയ്യാതെ അവന്റെ ഹൃദയത്തിൽ അവൻ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നങ്ങൾ, താലോലിക്കുന്ന സ്വപ്നങ്ങൾ വളരെ വ്യക്തമായ റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ നിരീക്ഷകനാരാണ്? ചുരുക്കി പറയുക, രണ്ടാമത്തെ നിരീക്ഷകനാരാണ്? രണ്ടാമത്തെ നിരീക്ഷകൻ മലക്കുകളാണ്. വിശുദ്ധ ഖുർആൻ ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. ഓരോ മനുഷ്യനും അവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നീ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നീ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ, ഉമ്മാന്റെ ഗർഭാശയമുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ ലോകമാകുന്ന ഉമ്മാന്റെ ഗർഭാശയം എന്ത് വസ്തുവാണെന്ന് പോലും പറയപ്പെടാൻ പറ്റാത്തതായ ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോ ആര് കണ്ടാലും മറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്ന് ആ മനുഷ്യനെ നാം സംവിധാനിച്ചതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോ, ഈ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമ്മാന്റെ ഗർഭാശയമാകുന്ന അത്ഭുതകരമായ ലോകമുണ്ടല്ലോ. ഈ പുതുതലമുറയ്ക്ക് ഉമ്മാന്റെ ഗർഭാശയത്തിന് മഹത്വം അറിയില്ല എങ്കില്, ഉമ്മാന്റെ മഹത്വം അറിയില്ല എങ്കില്, ഉമ്മാന്റെ മഹത്വം അറിയാത്തതിന്റെ പേരിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കില് ഈ വിനീതൻ താമസിക്കുന്നതായ താലൂക്കാണ് നെടുമങ്ങാട് താലൂക്കെങ്കില്, ആ താലൂക്കില് പനവൂർ പഞ്ചായത്തില് എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവന് മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടി ഉമ്മ പൈസ കൊടുക്കാത്തതിന്റെ പേരില് ആ മാതാവ് സുബഹി നമസ്കാരത്തിന് വേണ്ടി സുജൂദി കിടക്കുമ്പോ ആ മാതാവിന് നേരെ കടാര പ്രയോഗിക്കാൻ, കത്ത് പ്രയോഗിക്കാൻ ഒരു മകനെ പ്രേരിപ്പിച്ചത് ഉമ്മ എന്ന് പറയുന്ന അത്ഭുതകരമാകുന്ന ലോകമുണ്ടല്ലോ. ഉമ്മ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ നിറകുടമുണ്ടല്ലോ. ആ ഉമ്മ എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെതായ മഹത്വം മനസ്സിലാക്കാത്തതിന്റെ പേരില സ്വന്തം മാതാവിന് മയക്കുമരുന്നിന് പൈസ കൊടുക്കുക
കൊടുക്കാത്തതിന്റെ പേരില് തന്റെ കയ്യിൽ കരുതിയിരുന്നതായ കത്തി കൊണ്ട് വധിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ സ്വന്തം മാതാവിനോടുള്ള മഹത്വം അറിയാത്തതിന്റെ പേരിലാണ് എറണാകുളം ജില്ലയിലെ മയക്കുമരുന്നിനടിമയായ ചെറുപ്പക്കാരൻ തന്റെ മാതാവിന് നേരെ വാളോങ്ങിയതെങ്കിൽ, തന്റെ മാതാവിനെ കുത്തിവീഴ്ത്തിയതെങ്കിൽ, ആ ഉമ്മ എന്ന് പറയുന്ന അത്ഭുതകരമാകുന്ന ആ വസ്തു ഉണ്ടല്ലോ, സ്നേഹത്തിന്റെ നിറകുടമുണ്ടല്ലോ, ആ ഉമ്മ എന്ന് പറയുന്ന ആ രണ്ടക്ഷരം, ആ ഉമ്മ എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കല്ലായിലുള്ള ചെറുപ്പക്കാരൻ തന്റെ മാതാവിന് നേരെ കൈനീട്ടുമായിരുന്നു. മാതാവിന്റെ തലയ്ക്ക് നേരെ അരകല്ലിൻ്റെതായ കല്ലെടുത്ത് അടിക്കുമായിരുന്നു, പ്രഹരിക്കുമായിരുന്നു. ഇല്ല എങ്കിൽ ഉമ്മ ആരാന്നറിയണം, ഉമ്മയുടെ മഹത്വം എന്താന്നറിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാ, വിശുദ്ധ ഖുർആനിലെ എവിടെയെല്ലാം റബ്ബിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം റബ്ബിനെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ തൊട്ടടുത്തായി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത് എന്താണെന്നറിയോ? നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ. എന്തിനാന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം ഒന്ന് കേൾക്കണേ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിന്റെ മാതാവിന്റെ കാൽപാദത്തിന് കീഴിലാ, നിന്റെ മാതാവിന്റെ ചുവട്ടടിക്ക് കീഴിലാ നിന്റെ സ്വർഗം സ്ഥിതി ചെയ്യുന്നെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുമ്പോ, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ഒന്ന് കേൾക്കണേ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وقل رب ارحمهما كما ربياني صغيرا. അല്ലാഹുവിന്റെ പ്രഖ്യാപനം എന്താണെന്നറിയോ? നബിയേ വഖളാ റബ്ബുക, അങ്ങയുടെ റബ്ബ് വിധിക്കുകയാണ്, അങ്ങയുടെ റബ്ബ് കൽപ്പിക്കുകയാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, അല്ലാഹുവിനെ അല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. തൊട്ടടുത്തായി പ്രഖ്യാപിക്കുകയാ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. നിന്റെ മാതാപിതാക്കൾ രണ്ടുപേരുമോ അവരിൽ ഒരാളോ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരോട് നീ ഷേന്ന് പോലും നിസാരമായി സർവ്വസാധാരണമായി മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കാ ഷേ എന്നുള്ളതായ വാക്കെങ്കില് മനുഷ്യന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കാണുമ്പോ, മനുഷ്യന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് കേൾക്കുമ്പോ, മനുഷ്യന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തി കാണുമ്പോ ഷേ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ തള്ളുമെങ്കില് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം എന്താണെന്നറിയോ? വലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരോട് നീ ഷേ എന്നൊരു വാക്ക് പോലും പറയരുതേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഒരുപാട് ത്യാഗം സഹിച്ച് പട്ടിണി കിടന്ന് ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീര് ആസ്വദിച്ചുകൊണ്ട് പട്ടിണിയുടേതായ വിളികൾ കേട്ടുകൊണ്ട് പകലന്തിയോളം പണിയെടുത്ത് പാടത്ത് പണിയെടുത്ത് അല്ല എങ്കിൽ വിദേശത്ത് മണലാരണ്യത്തില് അറബിയുടേതായ തുപ്പുനീരുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചാട്ടവാറടി ഏറ്റുവാങ്ങിക്കൊണ്ട് ആ മണലാരണ്യത്തിൽ പട്ടിണി കിടന്നുകൊണ്ട് സമ്പാദിക്കുകയാ. ഓരോ മാസവും സമ്പാദിച്ചതായ പൈസകൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോ താൻ പട്ടിണി കിടന്നാലും വേണ്ടില്ല, തന്റെ മക്കൾ സുഖകരമായി ജീവിക്കട്ടെ, സന്തോഷകരമായി ജീവിക്കട്ടെ, ആർഭാടപൂരിതം ജീവിക്കട്ടെ, ഉന്നതമായ നിലകളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ പിതാവും വിദേശത്ത് പണിയെടുക്കുമ്പോ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഉന്നതമായ നിലയിലേക്ക് എത്തുമ്പോ, ഉന്നതമായ ശ്രേണിയിലേക്ക് ഈ മകൻ കടന്നു ചെല്ലുമ്പോ തന്റെ പിതാവുണ്ടല്ലോ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു പിടി രോഗവുമായി സഞ്ചരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുമായി നാട്ടിലേക്ക് വരുമ്പോ തന്റെ പിതാവിന്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് പിതാവിന്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് ഒരു വയോവൃദ്ധനായ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോ, വൃദ്ധനായില്ല എങ്കിൽ
ആരെങ്കിലും വൃദ്ധനായ അവസ്ഥയിലേക്ക് പടികടന്നു വരുമ്പോ ആ പിതാവിനെ പടിയടച്ച് പിണ്ടം വെക്കാൻ തയ്യാറാവുകയാണ് മക്കളെങ്കിൽ, തന്റെ പിതാവിന്റെ കഷ്ടപ്പാടിന്റെ അംശം ഉപയോഗിച്ചുകൊണ്ട് ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിയപ്പോ അതിമനോഹരമായ സൗധങ്ങൾ കെട്ടിയുണ്ടാക്കുമ്പോ, കൊട്ടാര സമാനമായ ഭവനങ്ങൾ കെട്ടിയുണ്ടാക്കുമ്പോ, വയോവൃദ്ധരായ മാതാപിതാക്കൾ ആ വീട്ടിൽ താമസിക്കുമ്പോ ബോധം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കള്, കൊച്ചുകുട്ടികളെക്കാൾ കൊച്ചുകുട്ടികളുടെ ബോധം പോലുമില്ലാത്ത മാതാപിതാക്കള് തന്റെ വീട്ടിലെങ്ങാനും മലമൂത്ര വിസർജനം ചെയ്യുമോ? തന്റെ കൂട്ടുകാർ കടന്നു വരുമ്പോ, തന്നോടൊപ്പം ജോലി ചെയ്യുന്നതായ സഹപ്രവർത്തകർ കടന്നു വരുമ്പോ ഇതെന്റെ മാതാവാണ് പിതാവാണെന്ന് പോലും പരിചയപ്പെടുത്താൻ കഴിയാതെ ഓരോരുത്തരും മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവരുന്നതാക്കുമ്പോ, വൃദ്ധസദനങ്ങൾ കുമ്പിളുകൾ പോലെ പൊങ്ങി വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഇരിക്കുന്നതായി അവസ്ഥയുണ്ടല്ലോ, ഈ ആരോഗ്യത്തോടു കൂടി നീ സഞ്ചരിക്കുന്നതായി അവസ്ഥയുണ്ടല്ലോ, നിന്റെ പിതാവ് പട്ടിണി കിടന്നുകൊണ്ട് സമ്പാദിച്ചതിന്റെ അംശമാണെങ്കിൽ അവരോട് എന്നൊരു വാക്ക് പോലും നീ പറയരുതേ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ, മാന്യമായി മാത്രമേ അവരോട് നീ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ, നിന്റെ മാതാവിനെ നീ സ്നേഹിക്കാൻ തയ്യാറാകണേ, നിന്റെ മാതാവിനെ നീ അനുസരിക്കാൻ തയ്യാറാകണേ, നിന്റെ മാതാവിനെ നീ ബഹുമാനിക്കണേ. എത്രയോ 10 മാസമാ നിന്നെ ഗർഭം ചുമന്നത്, വേദന സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് സ്വസ്ഥമായ ഉറങ്ങാൻ കഴിയാതെ, സ്വസ്ഥമായ മലമൂത്ര വിസർജനത്തിന് പോകാൻ സാധിക്കാതെ, സ്വസ്ഥമായ നിരിക്കാൻ കഴിയാതെ, ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേക്കാൻ പോലും കഴിയാതെ 10 മാസം വേച്ച് നടന്നുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് നിന്നെ ഗർഭം ധരിച്ചു പ്രസവിക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് നിന്നെ പ്രസവിക്കുമ്പോ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം ഒന്ന് കേൾക്കണേ. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ഏ പൊന്നുമോനെ, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത് എങ്ങനെയാണെന്നറിയോ? വഹനൻ അലാ വഹൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാ, വേദനയുടെ മേൽ വേദന സഹിച്ചുകൊണ്ടാ. നീ നോക്കുമ്പോ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ അപലകളായി ചപലകളായി വീടിന്റെ മൂലയിൽ ഒതുങ്ങുന്ന ഉമ്മയുണ്ടല്ലോ, സ്നേഹത്തിന്റെ പര്യായമെന്ന് വിശേഷിപ്പിക്കുന്ന, സ്നേഹത്തിന്റെ നിറകുടമെന്ന് വിശേഷിപ്പിക്കുന്ന മാതാവുണ്ടല്ലോ, വഹനൻ അലാ വഹൻ, വേദനയുടെ മേൽ വേദന സഹിച്ചുകൊണ്ടാ, പീഡനത്തിന്റെ മേൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാ നിന്നെ ഗർഭം ധരിച്ച് പ്രസവിച്ചതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നീ കാണുന്ന ആരോഗ്യത്തോടെ അങ്ങോട്ട് പിറന്നു വീഴുകയല്ല ചെയ്തത്. നിന്നെ ഗർഭം ചുമന്നതായ കാലയളവുണ്ടല്ലോ, നിനക്ക് പാലൂട്ടിയതായ കാലയളവുണ്ടല്ലോ, ഇതെല്ലാം കൂടി നീ ചേർത്ത് വായിക്കുമ്പോ 30 മാസമാണ്. 10 മാസമാ നിന്നെ ഗർഭം ചുമന്നതെങ്കിൽ 2 വർഷമാ ഹൗലൈനി കാമിലൈ, പൂർണ്ണമായ 2 വർഷമാ നിനക്ക് പാലൂട്ടിയതെങ്കിൽ, ആ അമ്മിഞ്ഞ പാലിൻ്റെതായ രുചി നീ ആസ്വദിച്ചുവെങ്കിൽ ആ മാതാപിതാക്കളോട് എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, അത്രത്തോളം വേദന സഹിച്ചുകൊണ്ട് നിന്ന് പ്രസവിച്ചതായ മാതാവുണ്ടല്ലോ, ആ രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാ. ഉമ്മാന്റെ ഗർഭാശയത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുകയാ. ഈ അടുത്ത കാലത്താണ് ശാസ്ത്രം പോലും ഗർഭാശയത്തിൻ്റെതായ രഹസ്യത്തെ കുറിച്ച്, അറകളെ കുറിച്ച് കണ്ടെത്തിയതെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട പ്രവാചകൻ ഉമ്മാന്റെ ഗർഭാശയമാകുന്ന ലോകത്തെ പരിചയപ്പെടുത്തുകയാ, അത്ഭുതകരമാകുന്ന ലോകത്തെ പരിചയപ്പെടുത്തുകയാ. 21-ാം നൂറ്റാണ്ടിലാണ്, 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഗർഭാശയത്തെ കുറിച്ച് അലക്ക് എന്ന് പറയുന്നതായ വാക്കിൻ്റെതായ നിർവചനം ശാസ്ത്രം കണ്ടുപിടിച്ചതെങ്കിൽ, ആദ്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത്, ആദ്യമായി പ്രവാചകൻ തൗഹീദിന്റെ സന്ദേശം ഇറക്കിയത്, വിസാലത്തിൻ്റെതായ സന്ദേശം മുഴക്കിയത് മക്കയിൽ നിന്നും 6 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമ്പോ ആദ്യമായി ജിബ്രീൽ പറന്നിറങ്ങുകയാ. അള്ളാന്റെ നിർദ്ദേശം വരികയാണ്, ജിബ്രീലേ പോവുക, എന്റെ ഹബീബായ
അടുത്തതായി ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന നിന്നെ പോലെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ എന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് പോവുക. എന്റെ ഹബീബ് ഹിറാ ഗുഹയിൽ ധ്യാനത്തിലാ, നീ അവിടേക്കൊന്ന് കടന്നു ചെല്ലുമോ? എന്നിട്ട് നീ ഓതി കേൾപ്പിക്കുമോ? വായിക്കുക നബിയെ, വായിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നിന്നെ സൃഷ്ടിച്ചതായ നാഥന്റെ നാമത്തിൽ നീ വായിക്കുമോ? ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതായ റബ്ബ്. വിശുദ്ധ ഖുർആൻ ആദ്യമായ ഒരു വസ്തുവിന്റെ പേര് പറയുകയാ. ഉമ്മാന്റെ ഗർഭാശയത്തെ കുറിച്ചാ വിശുദ്ധ ഖുർആൻ ആദ്യമായി പറഞ്ഞതെങ്കിൽ, പഠിപ്പിച്ചതെങ്കിൽ ഈ അലഖ് എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത കാലത്ത് ആ ശാസ്ത്രം കണ്ടുപിടിച്ചത്. എന്താ ശാസ്ത്രം കണ്ടുപിടിച്ചതെന്നറിയോ? ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെതായ ഭിത്തികളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന എന്തോ വസ്തുവെന്ന ആ ശാസ്ത്രം കണ്ടുപിടിച്ചതെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലഖ് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ ഇന്ദ്രിയ തുള്ളിയുണ്ടല്ലോ. കുറെ ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോ 40 ദിവസം പിന്നിടുമ്പോഴേക്ക് അതിതാ രക്തക്കട്ടയായി മാറുന്നുവെങ്കിൽ അതിനെ കുറിച്ച് ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വായിക്കുക പ്രവാചകരെ, വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതായ റബ്ബിന്റെ നാമത്തിൽ വായിക്കൂ പ്രവാചകരെ. അലഖ് എന്ന വാക്കിന് ശാസ്ത്രാർത്ഥം കണ്ടു അടുത്ത കാലത്താണ് 14 നൂറ്റാണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലഖ് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ ഇന്ദ്രിയ തുള്ളികൾ. കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഭിത്തികൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഓരോ 40 ദിവസം കഴിയുമ്പോൾ അതിന് രീതിക്ക് മാറ്റം വരികയാണ്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം കേൾക്കുക. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فخلقنا المضغة عظاما فكسونا العظام لحما فكسونا العظام لحما فكسونا العظام لحما ولقد خلقنا الإنسان من سلالة من طين. മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ثم جعلناه نطفة في قرار مكين. പിന്നെ അതിനെ ഇന്ദ്രിയ തുള്ളിയായി ആ കളിമണ്ണിന്റെ സത്തയെ ഇന്ദ്രിയ തുള്ളിയായി ഉമ്മാന്റെ ഗർഭാശയമാകുന്ന സുരക്ഷിതമായ ആ ലോകത്ത് നാം നിക്ഷേപിക്കുകയാ. പിന്നെ ആ ഇന്ദ്രിയ തുള്ളിയെ നാം രക്തക്കെട്ടയാക്കി മാറ്റുകയാ. ആ രക്തക്കെട്ടയെ മാംസക്കെട്ടയായി രൂപാന്തരപ്പെടുത്തുകയാ. ഓരോ 40 ദിവസം കഴിയുമ്പോഴും ഇന്ദ്രിയ തുള്ളിയെ രക്തക്കെട്ടയാക്കി മാറ്റി ആ രക്തക്കെട്ടയെ പിന്നെ എല്ലാക്കി രൂപാന്തരപ്പെടുത്തുകയാ. ആ ഒന്നുമല്ലാത്ത വസ്തുവുണ്ടല്ലോ, വളരെ മേച്ചമായ ഒരു വസ്തുവുണ്ടല്ലോ, ഉമ്മാന്റെ ഗർഭാശയമാകുന്ന ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, അത്ഭുതങ്ങളുടെ കലവറയാകുന്ന ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു രക്തക്കെട്ടയായി റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിയെങ്കിൽ പിന്നെയും ഒരു 40 ദിവസം കഴിഞ്ഞപ്പോ മാംസക്കെട്ടയാക്കി രൂപാന്തരപ്പെടുത്തിയെങ്കിൽ പിന്നെയും ഒരു 40 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എല്ലാക്കി രൂപാന്തരപ്പെടുത്തി റബ്ബ് സുബ്ഹാനഹു വ തആല എങ്കിൽ പിന്നെ ആ എല്ലിന് നാം മാംസം കൊണ്ടങ്ങ് പൊതിഞ്ഞു, മാംസം കൊണ്ട് നാം അങ്ങ് പൊതിഞ്ഞു എന്ന് വളരെ വ്യക്തമായി മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഈ 4 മാസം പൂർത്തിയായപ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യക്കോലമായി മാറിയെങ്കിൽ അപ്പോഴൊന്നും ഈ മനുഷ്യക്കോലമുണ്ടല്ലോ ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിച്ചിട്ടില്ല എങ്കിൽ 4 മാസം പൂർത്തിയാകുമ്പോ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാ. പിന്നെ മറ്റൊരു സൃഷ്ടിയായി നാം രൂപാന്തരപ്പെടുത്തുകയാ. 4 മാസം പൂർത്തിയായതിനു ശേഷമാ ഇതാണാകണോ പെണ്ണാകണോ, ആണാകണോ പെണ്ണാകണോ എന്ന് തീരുമാനിക്കുന്നത് 4 മാസം പൂർത്തിയായതിനു ശേഷമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ 4 മാസം പൂർത്തിയാകുമ്പോ മറ്റൊരു
മറ്റൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തിയിട്ട് അതാ അത്ഭുതത്തിന്റെ കലവറയാകുന്ന ഗർഭാശയത്തിലേക്ക് ഒരു മലക്ക് കടന്നു വരികയാ. ആദ്യമായ ആ മലക്ക് രേഖപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ആ മനുഷ്യന്റെ ആയുസ് അങ്ങോട്ട് നിശ്ചയിക്കുകയാ. ആ മനുഷ്യന്റെ എത്ര വർഷമാ ജീവിക്കേണ്ടത്, എത്ര വർഷമാണ് ഈ ഭൂമിയിൽ അവൻ ജീവിക്കേണ്ടത് തീരുമാനിക്കുന്നുവെങ്കിൽ മാത്രമല്ല ഇവ സന്തോഷത്തോടെ ജീവിക്കണോ, സുഖകരമായി ജീവിക്കണോ, അതല്ല ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ചുകൊണ്ട് ജീവിക്കണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല 4 മാസമാകുമ്പോ റൂഹ് ഊതിയതിനു ശേഷം അങ്ങോട്ട് തീരുമാനിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഇതുപോലെ 4 മാസം പൂർണ്ണമായതിനു ശേഷം വീണ്ടും ഇതായി മനുഷ്യന്റേതായ വളർച്ചയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ 10 മാസമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വളർത്തുന്നതെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ഭൂമിയിലേക്ക് 2 കൈയും മുറുകെ പിടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷണത്തിന് വിധേയമാക്കുമ്പോ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഈ മനുഷ്യനെ നിരീക്ഷിക്കാൻ വേണ്ടി 2 നിരീക്ഷകരെ റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. ഓരോ മനുഷ്യന്റെയും ഇരു ചുമലുകളിലായി ആ മനുഷ്യനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായ സ്ഥാനം ലഭിച്ചതായ സ്ഥിരപ്രതിഷ്ഠ നേടിയതായ 2 ഉദ്യോഗസ്ഥർ റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിക്കുമെങ്കിൽ ഒരിക്കലും രാജിവെച്ച് പുറത്തു പോകാത്ത, ഒരിക്കലും പിരിച്ചുവിടപ്പെടാത്ത, ഒരിക്കലും സസ്പെൻഡ് ചെയ്യപ്പെടാത്ത, ഡിസ്മിസ് ചെയ്യപ്പെടാത്ത സ്ഥിരമായ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ആ 2 നിരീക്ഷകരുടെ കീഴിലാ ഈ മനുഷ്യൻ സഞ്ചരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓരോ മനുഷ്യന്റെയും 2 ചുമലുകളിലായി റഖീബ്, അതീദ് എന്ന് പേരുള്ള 2 മലക്കുകളെ, 2 നിരീക്ഷകന്മാരെ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നീ പുറത്തേക്ക് വന്നപ്പോ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നിരീക്ഷകരെ സംവിധാനിച്ചു എങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ അധികാരം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയാത്ത, മണി പവർ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയാത്ത, അധികാരത്തിലുള്ള സ്വാധീനം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയാത്ത 2 ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുമ്പോ ലോകത്തിന്റെ തിരുദൂതരുടെ വാക്കുകളൊന്ന് കേൾക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെതായ വാക്കുകളൊന്ന് കേൾക്കണേ. യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. ഓരോ മനുഷ്യനെയും നിരീക്ഷിക്കാൻ വേണ്ടി, ഓരോ മനുഷ്യനെയും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രഭാതമാകുമ്പോ ഒരു വിഭാഗം മലക്കുകൾ ഈ ഭൂമിയിലേക്ക് പറന്നിറങ്ങുമെങ്കിൽ പ്രദോഷമാകുമ്പോ ആ മലക്കുകൾ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് മടങ്ങി ചെല്ലുകയാ. വൈകുന്നേരമാകുമ്പോ മറ്റൊരു വിഭാഗം മലക്കുകൾ ഈ ഭൂമിയിലേക്ക് പറന്നിറങ്ങുകയാ. പ്രഭാതമാകുമ്പോ ആ മലക്കുകളും റബ്ബിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുകയാ. അല്ലാഹു റസൂൽ പറയുകയാ യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. പ്രഭാതമാകുമ്പോ വരുന്നതായി മലക്കുകളുണ്ടല്ലോ, ഓരോ മനുഷ്യന്റെയും പ്രവൃത്തിയെ നിരീക്ഷിക്കുകയാ, ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ നിരീക്ഷിക്കുകയാ. വൈകുന്നേരമാകുമ്പോ റബ്ബിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ചൊല്ലുമ്പോ അവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതായ ചോദ്യം എന്താണെന്നറിയോ? എന്റെ അടിമകളെ ഏതവസ്ഥയിലാണ് നിങ്ങൾ കണ്ടത്? കൈഫ തറക്തും ഇബാദി, കൈഫ തറക്തും ഇബാദി. എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനാ ഉപേക്ഷിച്ചു വന്നത്, എങ്ങനാ നിങ്ങൾ ഉപേക്ഷിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോ ആ മലക്കുകൾ റബ്ബിനോട് പറയുന്ന മറുപടി എന്താണെന്നറിയോ? അല്ലാഹുവേ, 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 ഞങ്ങൾ ഭൂമിയിലേക്ക് പറന്നിറങ്ങുമ്പോ പ്രഭാത നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ ഉയരുമ്പോ, തക്ബീറിന്റെ ധ്വനികൾ ഉയരുമ്പോ, ബദിര ജുമാ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്നും തക്ബീറിന്റെ ധ്വനികൾ ഉയരുമ്പോ, സുബഹി നമസ്കാരത്തിന് വേണ്ടി ബാങ്കിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ മഹത്വത്തെ വിളിച്ചു ഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാ അല്ലാഹുവേ ഞങ്ങൾ ഭൂമിയിലേക്ക് പറന്നിറങ്ങിയത്. അപ്പോഴുണ്ടല്ലോ ഇന്ന വ്യക്തികളുണ്ടല്ലോ ബദിര ജുമാ മസ്ജിദിന്റെ കീഴിൽ താമസിക്കുന്നതായ സത്യവിശ്വാസികള് നിനക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാഹുവേ നിനക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പള്ളികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാ കാണാൻ സാധിച്ചത്. ആരുടെ മുമ്പിലും സമർപ്പിക്കാത്ത, ആരുടെ മുമ്പിലും കുരിക്കാത്ത അവന്റെ ശിരസുണ്ടല്ലോ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അവസ്ഥയിലാ റബ്ബേ ഞങ്ങൾ കണ്ടുമുട്ടിയത്.
എന്ന് വേണ്ട മനുഷ്യന്റെ പ്രഭാതത്തിലെ ഓരോ രംഗങ്ങളെ കുറിച്ചും നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുന്ന ഒരു നിരീക്ഷകനാണ് മലക്കുകളെന്ന് അള്ളാന്റെ ബഹുമാന പ്രിയപ്പെട്ട പ്രവാചകൻ പ്രഖ്യാപിക്കുമ്പോ ഈ മലക്കുകൾ വൈകുന്നേരമാകുമ്പോ റബ്ബിന്റെ മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെങ്കിൽ വീണ്ടും ആ മലക്കുകൾ റബ്ബിനോട് പറയുകയാ, അല്ലാഹുവേ ഞങ്ങൾ ഭൂമിയിലേക്ക് ചെല്ലുമ്പോ കഴിഞ്ഞ രാത്രിയിൽ മദ്യപിച്ച് മതോന്മത്തനായി മദ്യത്തിന്റെ ആലസ്യത്തിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയിലാ കണ്ടുമുട്ടിയത്. സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോഴും പള്ളിയിലേക്ക് വരാതെ ആ വിളിക്ക് ഉത്തരം ചെയ്യാതെ ആലസ്യത്തോട് കിടന്നുറങ്ങുന്ന അവസ്ഥയിലാ കണ്ടുമുട്ടിയതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മറുപടി പറയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ എത്രയോ ഭാഗ്യഹീനനാ, നീ എത്രയോ നഷ്ടവാളിയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യത്തിന്റെ ഒരു വാക്കുപോലും ഉച്ചരിക്കാത്ത, സ്വയമേ സംസാരിച്ചിട്ടില്ലാത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്റെ പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തുകയാ, വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ. ഒരിക്കലും ആ പ്രവാചകൻ സ്വയമേ സംസാരിച്ചിട്ടില്ല, സ്വയമായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല എങ്കിൽ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ, അള്ളാഹുവിൻ്റെതായ നിർദ്ദേശാനുസരണമല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചല്ലാതെ ഒരു വാക്കുപോലും ഉച്ചരിക്കാത്ത പ്രവാചകനാ ആ റിസാലത്തിന്റെ ചുണ്ടുകൾ വിളർത്തിയിട്ട് ആ റിസാലത്തിന്റെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചത് നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുന്ന ഒരു സാക്ഷിയാണ്, നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷകനാണ്, നിന്റെ ചുമലുകളിലായി സംവിധാനിച്ചിരിക്കുന്ന രണ്ട് മലക്കുകളെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ലാഘവത്തോടു കൂടിയ മദ്യപാനത്തെ നാം കാണുന്നത്, എത്രയോ ലാഘവത്തോടു കൂടിയ വ്യഭിചാരത്തെ നാം കാണുന്നത്. ഇന്ന് ഗൾഫിൻ്റെതായ അതിപ്രസരമുണ്ടായപ്പോ തന്റെ ഭർത്താവ് വിദേശത്ത് പണിയെടുക്കുമ്പോ തന്റെ ഭാര്യാമക്കളുടെ സുഖത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഭാര്യാമക്കളെ എല്ലാം ഉപേക്ഷിച്ച് വിദേശത്ത് പണിയെടുക്കുമ്പോ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ദേഷ്ടം ഭക്ഷണം കഴിച്ച് സുഖലോലുമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാ പാതിരാത്രിയില് അന്യ ചെറുപ്പക്കാരനുമായി സല്ലപിക്കാൻ സമയം കണ്ടെത്തുന്നതെങ്കിൽ, അന്യ ചെറുപ്പക്കാരനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നതെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം ഒന്ന് കേൾക്കണേ, ലാ തഖറബുസ്സിനാ ലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷാ. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്. ഇന്നഹു കാന ഫാഹിഷാ, അത് മോശമായ പ്രവൃത്തിയാ, അത് വൃത്തികെട്ട പ്രവൃത്തിയാ. വസാഅ സബീലാ, അത് മോശമായ വഴിയാ, അത് മോശമായ വഴിയാന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഈ നേരത്തെ സൂചിപ്പിച്ച ഇന്ന് മനുഷ്യൻ നേരിടുന്നതായ കഷ്ടപ്പാടിന്റെ മഴയില്ലാതെ ബുദ്ധിമുട്ടുന്നതായി രംഗമുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? പകലാകുമ്പോഴേക്ക് മക്കളെല്ലാം സ്കൂളിൽ വിട്ടതിന് ശേഷം പോവുകയാണ് സഹോദരിമാര്. കാരണം കാസർഗോഡ് ജില്ലയിലെ പുതിയ സ്റ്റാൻഡിൽ പ്രഭാതമാകുമ്പോ 10 മണി സമയത്ത് പോയി നോക്കിയാൽ കാണാൻ കഴിയുന്ന കാഴ്ചയാ. നേരത്തെ ധാരണയനുസരിച്ച് ഏതോ ചെറുപ്പക്കാരനുമായി ബന്ധം സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തില് വാഹനം കയറി മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ നിരീക്ഷിച്ചുകൊണ്ട് രണ്ട് നിരീക്ഷകന്മാർ നീയുമായി സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മദ്യപാനം ഒരു ഗൗരവമുള്ള വിഷയമല്ല, വ്യഭിചാരം ഒരു ഗൗരവമുള്ള വിഷയമല്ല. വിവാഹം ആലോചിക്കുമ്പോ മദ്യപിക്കുന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബം മദ്യപിക്കുന്നതിനുള്ള പ്രശ്നം എന്താ? മദ്യപാനം നിസ്സാരമായി കാണുകയാണ്. മദ്യപാനത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. മദ്യപാനത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ സഹാബാക്കളെ ഒരു മനുഷ്യൻ മദ്യപിച്ചു. ആ മനുഷ്യൻ ദുനിയാവിനോട് യാത്ര പറയുന്നത് ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്നവനെ പോലെയാണ് ഈ ലോകത്ത് നമ്മൾ യാത്ര പറയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുമ്പോ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, ലോകത്തിന്റെ തിരുദൂതരെ, അങ്ങയോട് ഞങ്ങൾക്കൊരു സംശയം ചോദിക്കാനുണ്ട്. മദ്യപാനിയെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, മദ്യപിക്കുന്നതായ മനുഷ്യൻ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്ന
ആരാധിക്കുന്നവനെ പോലെയാ ചത്തുപോകുന്നതെന്ന്. എന്നാൽ ഞങ്ങളൊന്ന് ചോദിക്കട്ടെയോ നബിയെ, ഈ പറഞ്ഞതായ മനുഷ്യൻ നിത്യമായി മദ്യത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന മനുഷ്യനെ കുറിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഇല്ല സഹാബത്തേ, ഇല്ല. നിത്യമായി മദ്യപിക്കുന്ന മനുഷ്യനെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അവൻ മദ്യപിച്ചിട്ടുള്ളൂ. പക്ഷേ മദ്യപിച്ചതിന് ശേഷം അവൻ തൗബ ചെയ്തില്ല. തൗബ ചെയ്യാത്ത അവസ്ഥയിലാണ് അവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞതെങ്കിൽ അവൻ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്നവനെ പോലെയാ ചത്തുപോയതെന്ന് അല്ലാഹു റസൂൽ പ്രഖ്യാപിച്ചുവെങ്കിൽ കഅബാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരുന്ന മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചു പോന്നിരുന്ന ലാത്തയുണ്ടല്ലോ, ഉസ്സയുണ്ടല്ലോ, ആ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്ന ഒരു മുശ്രിക്ക് എങ്ങനാണോ ഈ ലോകത്തോട് ചത്തൊടുങ്ങുന്നത്, അതുപോലെയാണ് ഈ മനുഷ്യനും ചത്തുപോകുന്നതെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ. നമ്മൾ മനസ്സിലാക്കുക, മദ്യത്തിന്റെ ഗൗരവമാണ്, മദ്യപാനത്തിന്റെ ഗൗരവമാണ്. മാത്രമല്ല ഒരു മനുഷ്യൻ മദ്യപിക്കാൻ വേണ്ടി തയ്യാറായി, അവൻ ഉണ്ടാക്കുന്ന പൈസ, ഗൾഫിൽ പോയി പൈസ ഇല്ലാണ്ടാക്കി നാട്ടിലേക്ക് വരുമ്പോ കൂട്ടുകാരവനെ എപ്പോഴാ പാർട്ടി സ്ഥിരം ഒരു പ്രയോഗമായി മാറിയിരിക്കുകയാണ്. ഒരു വാഹനം എടുത്താൽ ചോദിക്കും എപ്പോഴാ പാർട്ടി. ഇത് പാർട്ടി എന്നുള്ള പ്രയോഗം സർവ്വവ്യാപകമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ പാർട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മനോമുഖത്ത് തെളിഞ്ഞു വരുന്ന ചിന്ത എന്നത് മദ്യത്തെ കുറിച്ചാണ്. ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ പൈസ കൂട്ടുകാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി സൽക്കരിക്കുമ്പോ അവൻ ശപിക്കപ്പെട്ടവനായി ലോകത്തോട് യാത്ര പറയുന്നുവെന്ന് അല്ലാഹു റസൂൽ മുഹമ്മദ് മുസ്തഫ. അവൻ കുടിക്കണ്ട, അവൻ മദ്യപിക്കണ്ട, അവൻ മദ്യവുമായി സൽക്കരിച്ചാൽ മാത്രം മതി, അവൻ ശപിക്കപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.